ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഗേറ്റ് ലാമ്പിൽ വെക്കുന്ന ലൈറ്റ്, ഇപ്പോൾ വരുന്ന ലൈറ്റുകളൊക്കെ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ് ഇടുന്ന ടൈപ്പ് ആയിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഫിക്സ് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഈ കുറ്റി പോലെ നിൽക്കുന്ന ലൈറ്റാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഫ്ലാറ്റ് ടൈപ്പ് വരുന്നുണ്ട്, അതിൻ്റെ മുകളിലത്തെ സ്ട്രിപ്പ് ഒട്ടിച്ച് വരുന്ന ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കൊണ്ട് കളയാനേ പറ്റുള്ളൂ, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ കളയേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നമുക്ക് സിമ്പിളായിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രിപ്പ് കുറേ ഡാമേജ് ആയിരിക്കുന്നു. അത് മാത്രമല്ല ഡ്രൈവിന് കുറേ കംപ്ലൈൻറ്റ് ഉണ്ട്. നമ്മൾ സോൾഡർ ചെയ്ത് നോക്കിയിട്ടും അത് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, ചിലത് മാത്രമേ കത്തുന്നുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതേ സാധാരണ ബൾബ്, ഇവിടെ നമ്മൾ വാം കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 9 വാട്ട് ബൾബാണ്. ഏകദേശം 80 റുപ്യാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ആണെങ്കിൽ ഏകദേശം ഒരു 60 റുപ്യാണ് വരിക കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞുതരാം. നമ്മൾ ഈ ബൾബിൻ്റെ അടിഭാഗത്ത് വരുന്ന ഇതുണ്ടല്ലോ, ബ്രാസിൻ്റെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സാധനം വരുന്നുണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ 2 വയർ സോൾഡർ ചെയ്യും കേട്ടോ. സോൾഡർ ചെയ്തിട്ട് നല്ല രീതിയിൽ ഇൻസുലേഷൻ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ ബൾബ് വെക്കുന്ന ഭാഗം കറക്റ്റ് കുത്തനെ വെക്കുക. അതൊന്നുകൂടി സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു കുഞ്ഞു ടൈ അടിച്ചു കൊടുക്കുക, അത് കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ സിലിക്കോൺ ഉപയോഗിക്കുന്നുണ്ട്. സിലിക്കോൺ എന്താ വെച്ച് കഴിഞ്ഞാൽ 4 പറഞ്ഞ് ഒട്ടിച്ചു കൊടുക്കുക. അതെന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് അവിടെ നിൽക്കാനും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളങ്ങളോ കാര്യങ്ങളൊന്നും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ടൈ അടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് അത്യാവശ്യം സ്ട്രോങ് ആയി, അത് ഊരെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അതൊരിക്കലും അത് നേലായിട്ട് വരുമൊന്നുമില്ല, കാരണം വൈറ്റ് ടൈ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കത്തിച്ചൊക്കെ നോക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നേരെ ഗേറ്റിലേക്ക് കൊണ്ടുപോയി ഫിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗേറ്റിലേക്ക് നേരെ കൊണ്ടുപോയി ഫിക്സ് ചെയ്തൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ സ്ലീവ് വരുന്നുണ്ട്, വാട്ടർ സ്ലീവ് വരുന്നുണ്ട്, അതായത് വാട്ടർ പ്രൂഫ് ആവാൻ വരുന്ന ടൈപ്പ്. അത് നിർബന്ധമായിട്ടും അതിൽ കോട്ടിങ് കൊടുത്തിട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ബൾബിലേക്ക് കംപ്ലയിൻറ്റ് വരും കേട്ടോ. കുറേ കഴിയുമ്പോൾ ഈ വേർപ്പ് വന്നിട്ട് ബൾബ് പെട്ടെന്ന് ഷോർട്ടാവും. അപ്പോൾ നല്ലതായിട്ട് ആ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ അടിച്ച് എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കത്തിച്ച് നോക്കി, അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം വരെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഫില്ലറിൽ ആ ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കത്തുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വയറ് വിട്ടതാണെന്ന് വിചാരിച്ചു കേട്ടോ. നോക്കുമ്പോൾ വയറ് വിട്ടതല്ല, അതും ഇതേപോലെ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇതേപോലെ പുട്ടിൻകുറ്റി പോലത്തെ ഒരു ലൈറ്റാണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ലൈറ്റൊക്കെ തന്നെയാണ് കേട്ടോ, നമ്മളില്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എന്തായാലും അത് കുറച്ച് കാലം ഉപയോഗിച്ചുകൊണ്ട് അത് ഡാമേജ് ആയി. അപ്പോൾ ഇത് മാറ്റുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 1500-2000 രൂപേൻ്റെ അടുത്ത് വരും. അത് നല്ല സാധനത്തിന്, അല്ലെങ്കിൽ ഏകദേശം ഒരു 850-900 റുപ്യ. ഇതാകുമ്പോൾ ഒരു 80 റുപ്യ റേറ്റിലുകൊണ്ട് അവർക്കത് മൊത്തത്തിൽ ഒരു സെറ്റിന് മാറ്റാൻ പറ്റി. സിമ്പിളാണ്. ഇതേപോലത്തെ ബൾബ് വാങ്ങുക, അതിൻ്റെ മൂടി അതിൻ്റെ ബാക്ക് സൈഡത്തെ ഭാഗം പൊട്ടിച്ച് കളയുക, എന്നിട്ട് നേരെ നമ്മൾ സോൾഡർ ചെയ്തിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾഡറിങ് ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ അത് പിരിച്ചു കൊടുത്താലും മതി. നല്ല ഇൻസുലേഷൻ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് നല്ല വെളിച്ചത്തിൽ അവിടെ കത്തുന്നുണ്ട്. നിലവിൽ കത്തിനെക്കാട്ടും നല്ല പ്രകാശം ഉണ്ടെന്നാണ് ക്ലൈൻറ്റ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് അത് കത്തി നിൽക്കുന്നുണ്ട്. ഇനി നമുക്കത് മൂടിയൊക്കെ വെച്ച് രണ്ടുമൊക്കെ സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ഇത് നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതെങ്കിൽ പുതുതായിട്ടുള്ളൊരു അറിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇങ്ങനത്തെ ലൈറ്റുകളൊക്കെ അധികം ഡാമേജ് ആയിക്കഴിഞ്ഞാൽ വലിച്ചെറിയാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോൾഡർ ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. വേറൊരു ഐഡിയ കൂടി ഞാൻ പറഞ്ഞുതരാം. ചിലത് നമുക്ക് ഫ്ലാറ്റാക്കി ഹൈറ്റ് കമ്മിയുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ഈ ബൾബിൻ്റെ ലൈറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അത് ലൈറ്റ് മാത്രം ഊരെടുത്തിട്ട് അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് അതിൽ ഒട്ടിച്ചെടുത്തിയാലും ഇതേ ഫിനിഷിങ് കിട്ടും. നമ്മൾ പുതിയത് എങ്ങനെ വാങ്ങിയോ അതേപോലത്തെ ലൈറ്റ് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ബൾബാണ് കത്തുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം അത് എങ്ങനെ ആയാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും ഫിനിഷിങ്ങിലാണത് സെറ്റാക്കിയിട്ടാണ് കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇതിന് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 80 റുപ്യാണ് ഒരു ബൾബിന് റേറ്റ് വന്ന്. വൈറ്റ് ആണെങ്കിൽ ഏകദേശം 60 റുപ്യ അല്ലെങ്കിൽ 55 റുപ്യക്ക് നമുക്കിപ്പോൾ നാട്ടിൽ ബൾബ് കിട്ടുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് മാറ്റാൻ പറ്റും. 2 വർഷം വരെ നമുക്ക് ഇതിൻ്റെ ഗ്യാരണ്ടി എന്തായാലും നമുക്കിത് കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മളിത് പൊട്ടിച്ചെടുത്തുകൊണ്ട് അതിന് ഗ്യാരണ്ടി കിട്ടില്ല. എന്നാലും നമുക്കൊരു 1.5-2 വർഷം സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഈ വീടിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയതാണ്. നമ്മളിതിൻ്റെ നേരത്തെ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതായത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ പുതുതായി ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇനി തുടരെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.